നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 800-ൽ കൂടുതൽ സീറ്റുകൾ ഉയർത്താൻ കഴിയാതെ BJP പരാജിതരായി എന്ന് വിചാരിച്ച് അവരുടെ നീക്കങ്ങളൊന്നും തന്നെ അവസാനിപ്പിക്കുന്നില്ല. ഡീലിമിറ്റേഷൻ പ്രക്രിയ അനുസരിച്ച് 2021 സെൻസസ് അടിസ്ഥാനപ്പെടുത്തി ജനസംഖ്യ ആനുപാതത്തിൽ മണ്ഡല പുനർക്രമീകരണം ഈ രാജ്യത്ത് സംസ്ഥാനത്തുടനീളം ഉണ്ടായാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് അംഗബലം അനുസരിച്ച് കുറയുകയും ഫാമിലി പ്ലാനിംഗ് ഉൾപ്പെടെ നടത്തിയ ദക്ഷിണേന്ത്യയിലെ സീറ്റുകളുടെ ആനുപാതികം താരതമ്യേന കുറഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ ആ സീറ്റുകൾ ഉത്തർപ്രദേശിലും വളരെയധികം ജനസംഖ്യ വർധനവുണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും എന്ന വലിയ സന്തോഷത്തിലാണ് BJP നേതൃത്വം. യഥാർത്ഥത്തിൽ ഈ ഡീലിമിറ്റേഷനെതിരെയാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാന നേതാക്കൾ അടുത്ത പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇത്തരത്തിൽ ഒരു നടപടിയെടുത്താൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഇത് BJP നോക്കിക്കണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJPയുടെ നേതാക്കൾ വളരെ വ്യക്തമായി ഈ നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പരമാവധി മുടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കാരണം BJPയുടെ തമിഴ്നാട് ഘടകമായിരുന്നാലും കേരള ഘടകമായിരുന്നാലും തെലങ്കാന ഘടകമായിരുന്നാലും ആന്ധ്ര ഘടകമായിരുന്നാലും കർണാടക ഘടകമായിരുന്നാലും അവരുടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവർക്ക് ദക്ഷിണേന്ത്യ എന്നോ അങ്ങനെയൊന്നും ഒരു പ്രത്യേക രീതിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയുക ഹിന്ദുത്വ സമീപനവും ഹിന്ദി എന്ന ഭാഷ രാജ്യവ്യാപകമായി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം. നമുക്കറിയാം, കർണാടകയിൽ BS യെദ്യൂരപ്പ അമിത്ഷായെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. കന്നഡ ഭാഷ അതിനെ മറികടന്നുകൊണ്ട് ഹിന്ദി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വലിയ രീതിയിൽ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്ന്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടാനും അവസാന കാലഘട്ടത്തിൽ BJP നേതൃത്വം കൈവിടാനും കാരണം അതായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ സീറ്റ് വർധന ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ലോക്സഭ അടിസ്ഥാനത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ താരതമ്യേന കുറച്ച് ലോക്സഭാ സീറ്റുകളെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു കിംവദന്തി പടരുകയാണ്. ഇത്തരത്തിലൊരു കരക്കമ്പി പടർന്നാൽ അതിൻ്റെ സത്യാവസ്ഥകളും നിജസ്ഥിതിയും മനസ്സിലാക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട യഥാർത്ഥ കാര്യം, അത്തരത്തിൽ പെട്ടെന്ന് ജനസംഖ്യാ അടിസ്ഥാനം മാത്രം ഉൾപ്പെടുത്തി സീറ്റ് വിഭജനം നടത്താൻ കഴിയില്ല. സംസ്ഥാനങ്ങളുടെ GDP നിരക്കും സംസ്ഥാനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം, ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അടിസ്ഥാനപ്പെടുത്തിയതിന് ശേഷം മാത്രമേ സംസ്ഥാന വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ കരട് രേഖ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇത് കൃത്യമായി നീക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതി ചില കാര്യങ്ങളിൽ സ്റ്റേ ഏർപ്പെടുത്തിയാൽ അത് നീക്കുക ഭരണഘടനാപരമായി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. വീണ്ടും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും നേർക്കുനേർ എന്ന രീതിയിലേക്ക് കാര്യങ്ങളുടെ പോക്ക് വേഗത്തിലാവുകയാണ്.